പ്രോസിക്യൂഷൻ അതിനകത്ത് എടുത്ത നിലപാടുകൾ വിജയകരമാണെന്നുള്ളതാണല്ലോ ഒരു ഭാഗം നമ്മൾ. അതായത് 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞല്ലോ. അപ്പോൾ അതിജീവിതയ്ക്ക് നീതി കിട്ടി. ആദ്യ ഭാഗത്ത് തന്നെ നീതി കിട്ടി. രണ്ടാമത് ഗൂഢാലോചനയുടെ ഭാഗമാണ് വരുന്നത്. അതിലിപ്പോൾ ഏതെങ്കിലും ഒരാളിനെ കുറ്റവാളിയാക്കാൻ ഞങ്ങളാരും ശ്രമിച്ചിട്ടില്ല. ഗവൺമെൻറ് ശ്രമിക്കുന്നില്ല, ആരും ശ്രമിക്കുന്നില്ല. അത് കൃത്യമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിലേക്ക് പോയിരിക്കുന്ന വിഷയമാണ്. കോടതി അത് പരിശോധിച്ചതിന് ശേഷമാണല്ലോ ആ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 3 പേരെ അല്ല 4 പേരെ വെറുതെ വിട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിഷയത്തിന്മേൽ ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനമാണ് അപ്പീൽ പോകുന്നുള്ള ഗവൺമെൻറ് തീരുമാനം. അപ്പോൾ അപ്പീൽ പോകുമ്പോൾ ഇപ്പോൾ കുറ്റവാളി ആരെങ്കിലും ചെയ്തു എന്ന ആർഗ്യുമെൻ്റ് അടിസ്ഥാനത്തിലല്ല, അത് കോടതിയാണ് പറയേണ്ടത്. ഇനി ഹൈക്കോടതിയാണ് അത് പറയേണ്ടത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് അത് സംബന്ധിച്ച് പോകട്ടെ, ഹൈക്കോടതി അത് സംബന്ധിച്ച് തീരുമാനം എടുക്കട്ടെ. ആ നിലയിലാണ് അതിനെ കാണേണ്ടത്. ഇപ്പം ആരെയെങ്കിലും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ ആരെങ്കിലും മോശപ്പെടുത്താനോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഭാഗം ആദ്യ ഭാഗം വിജയിച്ചു എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഈ അതിജീവതയെ ആക്രമിച്ച ആളുകളിൽ 6 പേർക്ക് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിക്കാൻ പോകും. രണ്ടാമത്തെ ഭാഗം ആരാണ് ഇതിൻ്റെ പിന്നിൽ, അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണല്ലോ കോടതി പറഞ്ഞിട്ടുള്ളത്. അത് സംബന്ധിച്ചിടത്തോളം കൂടുതൽ പരിശോധന ആവശ്യമാണെന്നാണ് ഗവൺമെൻറ് തോന്നുന്നത്. ആ പരിശോധന നടത്തേണ്ടത് കോടതിയാണ്. ആ കോടതിയിലേക്ക് നമ്മൾ പോകുന്നത് മാത്രമല്ല, അല്ലാതെ ഇതിൻ്റെ ഏതെങ്കിലും ന്യായാന്യായങ്ങളെക്കുറിച്ച് ഇപ്പം നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. കാരണം കോടതി ഒന്നിക്കുന്ന വിഷയമാണ്.